ഈ പുതുവത്സരത്തിൽ വളരെ സന്തോഷകരമായൊരു വാർത്ത ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു നേരത്തെ. ഉംറ തീർത്ഥാടനത്തിന് പോകാൻ സ്വരൂപിച്ച പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ തിരുവനന്തപുരം സ്വദേശിയെ നവാസിൻ്റെ കഥ റിപ്പോർട്ടർ നേരത്തെ പറഞ്ഞിരുന്നു. ഈ നവാസ് ഒരു തട്ടുകടക്കാരനാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം ഓംലെറ്റ് ഇട്ടും ദോശയിട്ടും ഒക്കെ കിട്ടിയ പണം 1,00,000 രൂപ വെച്ച് ഉംറയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഉംറയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച് എല്ലാം റെഡിയായി നിന്നപ്പോഴാണ് ഈ ചൂരൽമലയിൽ ദുരന്തമുണ്ടാവുന്നത്. നവാസ് പിന്നൊന്നും വിചാരിച്ചില്ല. ഉംറയ്ക്ക് പോകുന്നതിനേക്കാൾ വലിയ പുണ്യം നാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവരെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കാൻ വേണ്ടി തൻ്റെ അധ്വാനം ഉപയോഗിക്കാമെന്ന് നവാസ് അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ നവാസ് ആ പണമെടുത്ത് ഈ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ നവാസിന് ഉംറയ്ക്ക് പോകാനുള്ള ആ പണം നഷ്ടപ്പെട്ടു. പക്ഷേ നവാസിന് അതിൽ ഒട്ടും വിഷമം ഉണ്ടായില്ല. നവാസ് പറഞ്ഞു, വീണ്ടും പണമൊക്കെ ഉണ്ടാവും, ഉംറയ്ക്ക് പോകാനുള്ള അവസരമുണ്ടാവും. പുണ്യമെന്ന് പറയുന്നത് ഉംറയിൽ പോയാൽ മാത്രം സാധ്യമാവുന്ന ഒന്നല്ലോ. ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിക്കുമ്പോഴും അത് ചിലപ്പോൾ സാധ്യമാവും എന്ന് നവാസ് കണ്ടെത്തി. നവാസിനിപ്പോൾ ഉംറയ്ക്ക് പോകാനുള്ള സഹായം ഒരുങ്ങുകയാണ്. മലപ്പുറത്തെ പ്രവാസിയാണ്. നവാസിന് പോകാനുള്ള എല്ലാ ചെലവും, ഉംറയ്ക്ക് പോകാനുള്ള എല്ലാ ചെലവും വഹിക്കാൻ തയ്യാറാണെന്ന് കൂട്ടിലങ്ങാടി സ്വദേശി മുഹമ്മദ് മാനു പറഞ്ഞു. ഇക്കാര്യം നവാസിനെ ഫോണിൽ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. തട്ടുകടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്കു മാറ്റിവെച്ചായിരുന്നു നവാസ് ഉംറ യാത്രയ്ക്ക് പണം സ്വരൂപിച്ചത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കണ്ട് ഉള്ളുപിടഞ്ഞപ്പോൾ നവാസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഉംറ തീർത്ഥാടനത്തിന് സ്വരൂപിച്ച 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കുറേ നാളത്തെ വർഷത്തെ ആഗ്രഹമാണത്. അപ്പോൾ അത് ഇങ്ങനെ കുറേ നാളോട്ട് പോകണമെന്ന് വിചാരിച്ച് അടുത്ത മാസം പോകേണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ ഡിസംബറിലേക്ക് മാറ്റി. അതിൽ നിന്നുള്ള 1,00,000 രൂപയുടെ ചിലവ്, അതിൽ 50,000 രൂപ അവിടെ കൊടുക്കുന്നത്. നമ്മുടെ അവസ്ഥ നാളെ പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു വിഷമം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നവാസിന് സഹായവുമായി മലപ്പുറത്തെ പ്രവാസി രംഗത്തെത്തിയത്. നവാസിന്റെ കളങ്കമില്ലാത്ത കാരുണ്യം തിരിച്ചറിഞ്ഞ കൂട്ടിലങ്ങാടി സ്വദേശി മാനു മറ്റൊന്നും ആലോചിക്കാതെ യുവാവിനെ വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് ഒരു ഉംറയ്ക്ക് പോകുക എന്നുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിന് സ്വരൂപിച്ച കാശാണ് ഒരു മടിയും കൂടാതെ മുഖ്യമന്ത്രിൻ്റെ ഫണ്ടിലേക്ക് പുള്ളി എടുത്തു കൊടുത്തത്. അത് ഞാൻ പുള്ളിയെ വ്യക്തിപരമായിട്ടും അഭിനന്ദിച്ചു. അവരോട് എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. പുള്ളി അത് ആലോചിച്ചിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ സന്തോഷമുള്ള, അഭിമാനം തോന്നിയൊരു സംഭവമായിരുന്നു എനിക്ക്. ഉംറ എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കൂടെ നിൽക്കാമെന്ന് മാനു പറഞ്ഞപ്പോൾ നവാസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നവാസ് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഇത് എൻ്റെ ഒരു കടമയാണ്. സാധാരണക്കാരൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞത് ഉംറയേക്കാൾ പ്രാധാന്യം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ കാശ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊണ്ടുകൊടുത്തതെന്ന് പുള്ളി എന്നോട് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതെന്ന് എന്നോട് പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമാണ് മാനു. നവാസിനെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ ഒരുങ്ങുകയാണ് മാനു. റിപ്പോർട്ടർ, മലപ്പുറം.